ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 മന്തോളായി. കാരണം എനിക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോണ്ടൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ ഒക്കെ വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നൈക്കയിൽ ഒരു 5 ലിപ് ഷെയ്ഡ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ലിപ് ഷെയ്ഡ്സ് ആണ്. സോ അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാണ് എനിക്ക് കൊറിയർ കിട്ടിയത്. ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഒന്നാമത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ലിപ് ഷെയ്ഡ്സ് ആണ്. പിന്നെ ഞാൻ ഒരു റിവ്യൂ ഒന്നും നോക്കാണ്ട് റാൻഡമായിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയതാണ് ഞാൻ എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന കളറും നമുക്ക് കയ്യിൽ കിട്ടുന്ന കളറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട് ഇതെങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ളത് ആലോചിച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ചൊരു വെറൈറ്റി ഷെയ്ഡ്സ് ഒക്കെയാണ് ഇപ്രാവശ്യം. വെറൈറ്റി അല്ല, ഞാൻ എപ്പോഴും പിങ്ക് ഷെയ്ഡിലോട്ടേക്കാണ് ഇപ്പോൾ പോകാറ്. ഇതിലും ഞാൻ പിങ്ക് ഷെയ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചൊരു വെറൈറ്റി പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. മാർസിൻ്റെ പ്ലഷ് വെൽവെറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ബ്രൗൺ ഷുഗർ 03 ബ്രൗൺ ഷുഗർ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ല അടിപൊളി പാക്കേജിങ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഞാൻ മാസിൻ്റെ ലിപ്സ്റ്റിക് ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. മാസിന് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു ബ്രൗൺ ഷുഗർ, ഞാൻ ബ്രൗൺ എന്ന് കരുതിയിട്ട് ഇത് ഓർഡർ ചെയ്തു. പക്ഷെ ഇതെനിക്കൊരു ബ്രൗൺ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇതൊരു ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഏകദേശം ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഞാനത് ബ്രൗൺ ഷുഗർ എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ് വരിക. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡ്, ഒരു ന്യൂഡ് ഷെയ്ഡ് എനിക്ക് നല്ലോണം ചേരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഷെയ്ഡ്. അത് മാർസിൻ്റെ പ്ലഷ് വെൽവെറ്റ് ലിപ്സ്റ്റിക്കിനകത്ത് വരുന്ന ബ്രൗൺ ഷുഗർ എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഞാൻ ഷെയ്ഡിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ ഇതിൻ്റെ പ്രൈസും എല്ലാം ഞാൻ സ്ക്രീനിൽ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെക്കൻഡ് ലിപ്സ്റ്റിക്ക് നോക്കാം. ഇതും മാർസിൻ്റെ തന്നെയാണ്. ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കിനകത്ത് വരുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ബോളിവുഡ് സർപ്രൈസ് 09 ബോളിവുഡ് സർപ്രൈസ് ആണ് ഷെയ്ഡിൻ്റെ ഇത് വരുന്നത്. ഇത് ഞാൻ ബ്രൗൺ ആണെന്ന് കരുതിയിട്ടാണ് ഓർഡർ ചെയ്ത പോലെയാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. നോക്കാം. ഓക്കെ, ഇത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ ക്യാമറയിൽ ഇത് വേറെ ഒരു കളറായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ബ്രൗൺ അല്ല, ഒരു ബ്രൗണും ഒരു ചെറിയൊരു ഇതെന്താ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു ഷെയ്ഡ്. അത് ബ്രൗൺ തന്നെയാണ്, പക്ക ബ്രൗണാ. നല്ല എന്താ പറയുക, നല്ല സുഖമുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്രീമി ആയിട്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ ഇതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഞാനും ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഷെയ്ഡിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഇതെനിക്ക് ചേരുന്നുണ്ട്. സോ അതായിരുന്നു നമ്മളുടെ സെക്കൻഡ് ലിപ്സ്റ്റിക്. ദാറ്റ് ഈസ് മാർസ് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കിനകത്ത് ഷെയ്ഡ് വരുന്നത് ബോളിവുഡ് സർപ്രൈസ് 09. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഇതൊരു ഫേസസ് കാനഡേൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലവ് ന്യൂഡ് 09 എന്നാണ് ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഞാനും ഈ ഒരു ഫേസസ് കാനഡേൻ്റെയും ഞാൻ ലിപ്സ്റ്റിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല.
ഓക്കെ, ഇത് ഞാൻ ന്യൂഡ് ഷെയ്ഡാണെന്ന് എഴുതിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു ബ്രൈറ്റ് കളറ് പോലെയാണ് ഉള്ളത്. പക്ഷെ സ്വാച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു ഈ കാണുന്ന ഒരു ഡാർക്ക്നെസ് ഇതിലില്ല, കുറച്ചൊരു ലൈറ്റായിട്ടാണ് വരുന്നത്. ലിപ്സിലിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടപ്പെട്ടില്ല, ഒരു കവറേജ് കിട്ടാത്ത പോലെ തോന്നുന്നു. ഞാൻ വിചാരിച്ചൊരു ഷെയ്ഡല്ല, ഞാൻ ഓർഡർ ചെയ്തപ്പം ഞാൻ വിചാരിച്ചൊരു ഷെയ്ഡല്ല ഇത്. ഇതെനിക്ക് അത്ര ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ഇല്ല, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഇല്ല. ഇതാണ് ഷെയ്ഡ് വരുന്നത്. കുഴപ്പമില്ല. മറ്റേ ആദ്യം കാണിച്ച 2 ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. സോ ഇതാണ് നമ്മളുടെ 3rd ലിപ്സ്റ്റിക്ക് വരുന്നത്. ഷെയ്ഡ് ലവ് ന്യൂഡ് 09 ആണ്. ഇതാണ് നമ്മളുടെ 4th ലിപ്സ്റ്റിക്ക് വരുന്നത്. ഇത് നൈക്കൻ്റെ ലിപ്സ്റ്റിക്കാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് വൈൻ ആൻഡ് ഗ്രൈൻഡ് എന്നാണ്. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ഷെയ്ഡാണ് ഇത്. ഞാൻ വെച്ച് ഓർഡർ ചെയ്യണോ വേണ്ടയോ, ഭയങ്കര ഇതൊരു കുറച്ച് റെഡ് പോലെയാണ് എനിക്ക് ഓർഡർ ചെയ്യുമ്പോൾ തോന്നിയത്. സോ ഇത് ഭയങ്കര ഞാൻ അങ്ങനെ ഡാർക്ക് റെഡ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. സോ നമുക്ക് നോക്കാം. കണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റെഡ് സൈഡിലോട്ടേക്ക് വരുന്നൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇത് നേരത്തെ ഇട്ട മറ്റേ ലവ് ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് എനിക്ക് ഏകദേശം ഒരേപോലെ തോന്നിയത്. ബട്ട് ഇത് കുറച്ചുകൂടെ ഡാർക്കാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഇങ്ങനത്തെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. സ്വാച്ച് ചെയ്ത് കാണിക്കാം. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നിയത് ഓർഡർ ചെയ്തിട്ട് ഞാൻ അതൊരിക്കലും യൂസ് ചെയ്യില്ല. ഇതൊരു വല്ലാത്തൊരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീപ്പർ സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ചേരുമായിരിക്കും ഈ ഒരു ഷെയ്ഡ് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എനിക്കിത് ഭയങ്കര ഓവറായ പോലെ തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 4ാമത്തെ ഷെയ്ഡ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇത് മെബലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ്. ഷെയ്ഡ് വന്നിട്ട് ടച്ച് ഓഫ് സ്പൈസ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഇതൊരു പക്ക ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഒരു ഷെയ്ഡ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് വേറെ. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പിന്നെ ഒരു ഹെവി ഫീലൊന്നുമില്ല. പൊതുവെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹെവി ആയ പോലെ തോന്നും. ഇതങ്ങനെയൊന്നുമില്ല. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഞാൻ ഇട്ടത് പെർഫെക്റ്റ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇതെനിക്കിഷ്ടപ്പെട്ടു. സോ എനിക്ക് ഇന്ന് വാങ്ങിയതിൽ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഒന്ന് ഈ ഒരു നൈക്കൻ്റെ ഈ വൈൻ ആൻഡ് ഗ്രൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡും, പിന്നെ ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ലവ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് രണ്ടുമാണ് എനിക്ക് അധികം ഇഷ്ടമാവാഞ്ഞത്. ബാക്കി 3ഉം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. Bye.